നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റും കൂടി ചെയ്യണേ. അപ്പൊ അധികമൊന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സിങ്ങിനെ പഴുതാൻ പോകുന്ന ഹാനിനെ ആയിരിക്കും. ഹാന് പോകുന്നതിൽ സാങ്ങിനാണെങ്കിൽ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ സാങ് ആണെങ്കിൽ അകത്തേക്ക് വരുന്ന ടൈം എല്ലാവരും നമ്മളെ ഹാനിനെ കൊണ്ട് ചോദിക്കും. അതേ ടൈം സാങ് ആണെങ്കിൽ പറയും അവൻ എന്തോ അർജന്റ് വർക്കിന് പുറത്തു പോയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നത് ആ ഒരു സിങ്ങിന് എന്തോ ഒരു ആവശ്യം ഉണ്ടായിട്ടാണെന്ന് പറയോ. ഈ കള്ളത്തിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവേ. പക്ഷെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ അധികമൊന്നും പറയുന്നുണ്ടാവില്ല. മുത്തശ്ശൻ പറയും എനിക്ക് ഹാനിനെ വിശ്വാസം, ഒരാളോട് എത്ര അടുപ്പത്തിൽ നിൽക്കണം, ഒരാളോട് എത്ര ഗ്യാപ്പിൽ നിൽക്കണമെന്ന് ഹാനിന് നല്ലോണം അറിയാം. അതുകൊണ്ട് അവനെ കൊണ്ട് ആലോചിച്ചിട്ട് എനിക്ക് വറിയില്ല എന്ന് പറയും. യുവാനും കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നു, പക്ഷേ ഒന്നും നടന്നിട്ടുണ്ടാവില്ല. ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഫുഡിന് വെയിറ്റ് ചെയ്തിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടാവേ. അവനാണെങ്കിൽ ഫുഡ് കൊടുക്കാൻ നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും നമ്മളെ ഹാനും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടാവുക. ഹാനിനെ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടാവില്ല. അവളാണെങ്കിൽ നീ എന്താ ഇവിടാന്ന് ചോദിക്കുമ്പോൾ ഹാൻ ആണെങ്കിൽ പറയും നിന്റെ അമ്മ എന്നെ വിളിച്ചിന്, അതുകൊണ്ടാണ് ഞാൻ ഇവിടാന്ന് പറയും. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് വണ്ടിയിൽ പോകുന്ന ടൈം അവളാണെങ്കിൽ അമ്മേനെ വിളിക്കുന്നുണ്ടാവേ. അമ്മയാണെങ്കിൽ ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവള് ന്യൂ ഇയറിനാണെങ്കിൽ അവളെ വീട്ടിൽ പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും ഇവളെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും. വന്ന് നോക്കുമ്പോൾ ഇവളെ കാണുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അമ്മയാണെങ്കിൽ ഹാനിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുക നമ്മളെ സിങ്ങിന് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു നിന്നതാണ്. പക്ഷേ എല്ലാ സർപ്രൈസും പൊളിഞ്ഞിട്ടുണ്ടാവും. അവളാണെങ്കിൽ വന്നവടെ അവൾ അമ്മനെ ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ടാവേ. അതേ ടൈം അച്ഛനാണെങ്കിൽ ഹാനിനോടും കൂടി ഇവരെ കൂടെ ഡിന്നർ കഴിക്കാൻ പറയും. സിങ് ആണെങ്കിൽ പറയും ഇന്ന് ന്യൂ ഇയർ അല്ലേ, അവന് വേറെ എന്തെങ്കിലും പണി ഉണ്ടാകും എന്ന് പറയുന്നത്. അമ്മയാണെങ്കിൽ ഹാനിനോട് ചോദിക്കേ. ഹാൻ ആണെങ്കിൽ പറയും ആക്ച്വലി എനിക്ക് വേറെ പണിയൊന്നും ഇല്ല എന്ന് പറയും. അപ്പൊ അച്ഛനാണെങ്കിൽ പറയും എന്നാ പിന്നെ നമുക്കൊന്ന് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചിട്ട് കൂടാലോ എന്ന് ചോദിച്ചിട്ട് എല്ലാരും അകത്തേക്ക് പോകും. വീട്ടിലെത്തുമ്പോ അല്ലേ ഹാൻ ആണെങ്കിൽ സിങ്ങിന്റെ പൂച്ചനെ കാണുന്നുണ്ടാവുക. ഹാൻ ആണെങ്കിൽ ചോദിക്കും ഇത് ഡാഹുവാനാണോ എന്ന് ചോദിക്കുമ്പോ നമ്മളെ പെണ്ണ് ഹാന്ന് പറയാ. അവനാണെങ്കിൽ ആ ഒരു പൂച്ചന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എല്ലാരുടെ ജീവിതത്തിലും ആരെങ്കിലും ഒരാളുണ്ട് നമ്മളെ ലീ ആണെങ്കിൽ പക്ഷേങ്കിൽ സങ്കടപ്പെട്ടിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അവളെ മുന്നിലത്തെ ഫുഡ് കാണുന്ന ടൈം അവൾക്ക് കുറച്ച് സന്തോഷമാകുക. അതുകൊണ്ട് അവളാണെങ്കിൽ ആ ഒരു ഫുഡ് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇതേ ടൈം ആയിരിക്കും നമ്മളെ സയോ, അതായത് നമ്മളെ കണ്ണടയിട്ട പോസ്റ്റും അവള് കാണുന്നുണ്ടാവേ. അതേ ടൈം ആയിരിക്കും നമ്മളെ സൂ ആണെങ്കിൽ പെണ്ണിന് എന്തെല്ലാം പറഞ്ഞിട്ട് വിഷയമുണ്ടെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവുക. ഇങ്ങനെ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞാലോ, അല്ലെങ്കിൽ ഞാൻ അവളെ മിസ് ചെയ്യുന്ന കാര്യം പറഞ്ഞാലോ, അങ്ങനെ ഇങ്ങനെ 100 കൂട്ടം ചിന്തകൾ അവന്റെ തലയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവേ. അതേ ടൈം ആയിരിക്കും അവനാണെങ്കിൽ ലീ പോസ്റ്റ് ചെയ്ത ആ ഒരു പോസ്റ്റ് കാണുന്നുണ്ടാവുക. അതിലാണെങ്കിൽ അവൾ ഏത് കഫേലാന്നുള്ളത് ആ ഒരു കഫേന്റെ ലോഗോ ഉള്ളത് കൊണ്ട് തന്നെ ഇവനാണെങ്കിൽ എന്ത് ചെയ്യും അവിടത്തേക്ക് കുറച്ച് മൊമോസ് പോലത്തെ എന്തോ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ടാവേ. ഇവരെ നാട്ടിലത്തെ ഡംപ്ലിംഗ് ഇല്ലേ ആ സംഭവം, അതിങ്ങനെ കൊണ്ടു കൊടുക്കുന്നുണ്ടാവേ. നമ്മളെ പെണ്ണാണെങ്കിൽ കണ്ണടയാ ഓർഡർ ചെയ്തതെന്ന് വിചാരിച്ചിട്ട് കണ്ണടനെ ഭയങ്കര ഹാപ്പി ആയിട്ട് വിളിക്കാൻ നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും സൂ ആണെങ്കിൽ ഇവളെ വിളിക്കുന്നുണ്ടാവും. എന്നിട്ട് അവനാണെങ്കിൽ എങ്ങനെയുണ്ട് ഞാൻ തന്ന ഫുഡ് എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ ഹാപ്പി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹാപ്പി ഉണ്ട്, പക്ഷെ വലിയ ഹാപ്പി ഒന്നുമില്ല. കാരണം അവൾ കണ്ണടനെ പ്രതീക്ഷിച്ചിട്ട് സൂ വിളിക്കുമ്പോണ്ടാകുന്ന ഒരു സങ്കടമില്ലേ, ആ ഒരു സങ്കടം അവൾക്ക് നല്ല രീതിയിലുണ്ട്. അവളാണെങ്കിൽ അത്ര വലിയ ഇതൊന്നും ഇല്ലാണ്ട് ഞാൻ ഇത് കഴിച്ചോളും താങ്ക് യു ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോള് കട്ടാകും. പക്ഷെ ഇവളാണെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞത് കൊണ്ട് തന്നെ സൂ ഭയങ്കര ഹാപ്പിയാണ്. ഇതേ ടൈം സിങ്ങിന്റെ വീട്ടിൽ നോക്കുന്നതാണെങ്കിൽ അച്ഛനും അമ്മയും കൂടിയിട്ട് എങ്ങനെയെങ്കിലും നമ്മളെ സിങ്ങിനെയും ഹാനിനെയും സെറ്റാക്കാൻ നോക്കുന്നതായിരിക്കും. അമ്മയാണെങ്കിൽ എങ്ങനെയെങ്കിലും അവർ തമ്മിൽ ഒന്നിക്കണം അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അച്ഛനാണെങ്കിൽ പറയും അവൻ വലിയൊരു കമ്പനിയിലത്തെ CEO ആണ്, എങ്ങനെയാണ് നമ്മളെ പെണ്ണുമായിട്ട് അവന്റെ കല്യാണം കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയാണെങ്കിൽ പറയും നമ്മളെ പെണ്ണിന് എന്താ കുറവ്, അവക്കാണെങ്കിൽ സ്വന്തമായിട്ട് കമ്പനിയില്ലേ, അവര് നല്ല മാച്ചാണെന്ന് പറയുമ്പോൾ അച്ഛൻ പറയും മാച്ച് ഒക്കെ ആണ്, പക്ഷേ നമ്മൾ മാത്രം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവർ തമ്മിൽ തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മളെ അമ്മയും ഓക്കെ പറയുന്നുണ്ടാവും. ഇതേ ടൈം നമ്മളെ ഹാൻ ആണെങ്കിൽ ഒരു പൂച്ചനെ ഇതുപോലെ തലോടിക്കൊണ്ട് അവളോടാണെങ്കിൽ ചോദിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഒരു വീട്ടിൽ വന്നാലും ഇവനെ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ എപ്പൊന്ന് ചോദിക്കുന്നുണ്ടാവേ എപ്പായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയില്ലേ ഇവള് കുടിച്ച് പാമ്പായ ടൈം. അവളാണെങ്കിൽ പറയും അത് ചില സമയം അവന് നിന്നെ കാണണ്ടായിരിക്കും അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഹാൻ ആണെങ്കിൽ പൂച്ചനെ തലോടിക്കോട് നിൽക്കുന്നേരം നമ്മളെ പെണ്ണും ആണെങ്കിൽ ഒരു പൂച്ചനെ തലോടെ നോക്കി. അതേ ടൈം ആയിരിക്കും ഫസ്റ്റ് ടൈം അവർ പരസ്പരം എന്താ പറയുക ഇങ്ങനെ ടച്ച് ചെയ്യുമെന്ന് അറിയില്ല. രണ്ടാളെ മനസ്സിലും ആ സമയത്ത് ചെറിയ ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇതേ ടൈം ആയിരിക്കും കട്ടുറുമ്പ് പോലെ അമ്മയാണെങ്കിൽ പിള്ളേരെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ടാവുക. അങ്ങനെ 4 ആളും കൂടിയിട്ട് ഭക്ഷണം കഴിക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അങ്ങനെ ഇവരാണെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്നേരം അമ്മക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഹാനിനെയും സിങ്ങിനെയും ഒന്നിപ്പിക്കണല്ലോ.
പറ്റില്ലല്ലോ. അതുകൊണ്ട് അമ്മയാണെങ്കിൽ പറയും ഞാൻ വരുന്ന വഴിക്ക് ഒരുപാട് സ്ഥലത്ത് ഫയർ വർക്ക്സ് കണ്ടിന്, നീ ആണെങ്കിൽ ഇങ്ങനെ സിങ്ങിനെയും കൂട്ടിയിട്ട് പോകുമെന്ന് ചോദിക്കുക. ഹാനിനോടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. സിങ് ആണെങ്കിൽ ഹാനിനോട് ചോദിക്കും, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ പോയിക്കോ, കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളൂ എന്ന് പറയുമ്പോൾ നമ്മളെ ഹാനിനാണെങ്കിൽ സ്വർഗം കിട്ടിയ പോലത്തെ സന്തോഷമല്ലേ. അവനാണെങ്കിൽ പറയും ഒരു പണിയില്ല, ഞാൻ നിന്റെ കൂടെ വരാമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അച്ഛനും അമ്മക്കും നമ്മളെ സിങ്ങിന് കുറച്ച് ഹാപ്പിനെസ്, അച്ഛനും അമ്മക്കും ഒരുപാട് സന്തോഷമാവും. ഇതേ ടൈം എത്ര ദേഷ്യം നമ്മളെ ടൂനോട് ഉണ്ടെങ്കിലും ലിൻജയാണെങ്കിൽ ടൂന്റെ ലൈവ് ഒക്കെ കാണലുണ്ടാവേ. അവനാണെങ്കിൽ ആസ്വദിച്ചിട്ട് അവളെ ലൈവ് കണ്ടോണ്ട് നിൽക്കുന്നതായിരിക്കും. അമ്മ വന്നിട്ട് അവനെ ചീത്ത പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടാവുക. എല്ലാവരും ആ ഒരു ഡൈനിങ് ഹാളിലുണ്ട്, നീ എന്നീ ഫോണിനെ കൊണ്ട് കളിക്കുന്നത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചീത്ത പറഞ്ഞോണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും. അമ്മയാണെങ്കിൽ ടൂന്റെ ലൈവ് കാണുന്നുണ്ടാവുക. അമ്മക്ക് ടൂനെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അവന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് അവനോടാണെങ്കിൽ പോകാൻ പറഞ്ഞിട്ട് അമ്മ ആ ഒരു ലൈവ് കാണുന്നുണ്ടാവേ. ഇന്ന് ന്യൂ ഇയർ ആയത് കൊണ്ട് തന്നെ നമ്മളെ പെണ്ണിന്റെ ലൈവ് അധികം ആരും കാണുന്നുണ്ടാവില്ല. അമ്മക്കാണെങ്കിൽ ഇവളെ ലൈവ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ പറയും ഇന്ന് ഗാല പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ആരും എൻ്റെ ലൈവ് കാണുന്നില്ല എന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിലും മീൻസ് അമ്മ പറഞ്ഞത് അവള് കേൾക്കൂലേ. അമ്മ ഇങ്ങനെ നമ്മൾ ഒറ്റക്ക് പറയില്ല, ഒറ്റക്ക് പറയുന്നുണ്ടാവും. അമ്മയാണെങ്കിൽ പറയും നീ പേടിക്കണ്ട, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഗിഫ്റ്റ് അയക്കാമെന്ന് പറഞ്ഞിട്ട് കാർണിവെല്ല് പോലത്തെ എന്തോ ഒരു ഗിഫ്റ്റ് ഉണ്ട്, അതൊക്കെ അവളെ ലൈവിൽ അയക്കുന്നുണ്ടാവും. നമ്മളെ പെണ്ണിന്റെ വിചാരം എന്തായിരിക്കും, നമ്മളെ ലിഞ്ച അയക്കുന്നതല്ലേ. അവളും വിചാരിക്കുന്നുണ്ടാവും ലിഞ്ചി എന്നാ നന്നായോ ഭഗവാനെ, ഇവൻ എന്നാ ഇങ്ങനെ അയക്കുന്നതെന്ന്. പക്ഷേങ്കിൽ അവളാണെങ്കിൽ വേഗം തന്നെ ആ ഒരു ലൈവ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവും. ഇതേ ടൈം നമ്മളെ സിങ്ങും ഹാനും ആണെങ്കിൽ ബോയിൽഡ് പൊട്ടറ്റോ ഒക്കെ തിന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ടാവേ. നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും നിന്റെ കമ്പനി ആണെങ്കിൽ ഇപ്പൊ ഒരു പാട്ട സ്ഥലത്തല്ല ഉള്ളത്, ആ ഒരു കമ്പനി ഡോങ്യാങ്ങിലേക്ക് മാറ്റി നിന്ന് പറയേ. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും തമാശ പറയുന്നതാണോ, അങ്ങോട്ടേക്ക് മാറ്റേണ്ടിട്ട് എത്ര പൈസ വേണമെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ഹാൻ ആണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഹാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ടാവും. ഞാൻ ഉറങ്ങി എണീച്ച പാടെ തന്നെയാണ് അതെൻ്റെ നാവ് കുഴഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്ന കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണിന് ഒരുപാട് ഹാപ്പി ആകുന്നുണ്ടാവേ. അതേ ടൈം ആയിരിക്കും അവിടുന്ന് ഒരുപാട് ഫയർ വർക്ക് നടക്കുന്നുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ ഫയർ വർക്കിനെ നോക്കിയിട്ട് അവളെ കമ്പനി നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വരണേന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ഹാൻ ആണെങ്കിൽ ചോദിക്കും നീ എന്തിനെങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഫയർ വർക്കിനെ നോക്കിയിട്ട് എന്ന് പറയുമ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഫയർ വർക്ക്സിനെ നോക്കിയിട്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, സംടൈംസ് ആ ഒരു കാര്യം നടക്കുമെന്ന് പറയുക. നമ്മളെ ഹാൻ ആണെങ്കിൽ നീ എന്ന് ആഗ്രഹിച്ചത് അത് മൊത്തം നടക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ സിങ്ങും അത് തന്നെ തിരിച്ചു പറയുന്നുണ്ടാവും. നമ്മളെ ലിൻജ ആണെങ്കിൽ ഇപ്പം ആയിരിക്കും ടൂന്റെ ലൈവില് അമ്മ ഗിഫ്റ്റ് അയച്ച കാര്യം അറിയുന്നുണ്ടാവുക. അത് കാണുമ്പോൾ അന്തം വിട്ട കുന്തം പോലെ ആയിരിക്കും അവൻ ഇരിക്കുന്നുണ്ടാവുക. അമ്മയാണെങ്കിൽ എന്നാടാ പറ്റിയത്, ഞാൻ അവക്ക് ജസ്റ്റ് ഒരു 2-3 ഗിഫ്റ്റ് അയച്ചതല്ലേ ഉള്ളൂ എന്ന് പറയേ. ഈ ഒരു ഗിഫ്റ്റ് ലൈവിൽ കൊടുക്കുന്ന ടൈം ഇവരെ കയ്യിൽ നിന്ന് പൈസയും കുറയും, അതുകൊണ്ടായിരിക്കും ഗിഫ്റ്റ് കിട്ടുമ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ടാവുക. അതേ ടൈം നമ്മളെ ലിൻജയാണെങ്കിൽ അമ്മേനെ വിളിക്കുമ്പോൾ അമ്മയാണെങ്കിൽ എന്നെ ആരെങ്കിലും വിളിച്ചതാ, ഞാൻ ഇപ്പം വരാമെന്നൊന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവിടുന്ന് മുങ്ങുന്നുണ്ടാവും. അമ്മക്ക് എന്തോ ഒരു സംഭവം പണി പാളിയെന്ന് മനസ്സിലാവേ. ഇതേ ടൈം ലിൻജയുടെ ടെൻഷൻ എന്നാ പൈസ പോയതൊന്നും ആയിരിക്കൂല, ഇവൻ ഗിഫ്റ്റ് അയച്ചത് വിചാരിച്ചിട്ട് ഇവൻ എന്തെങ്കിലും ഫീലിങ്സ് ടൂനോട് ഉണ്ടോ എന്ന് ടൂ വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ലിൻജയ്ക്ക് ടെൻഷൻ. അതേ ടൈം നമ്മളെ ടൂ ആണെങ്കിൽ ഇവന് മെസ്സേജ് അയച്ചിട്ട് പറയും, ഇവനും ഇങ്ങനെ മെസ്സേജ് അയക്കാൻ നിൽക്കലായിരിക്കും. അതേ ടൈം ടൂ മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ പറയും അറിയാണ്ട് നീ ഇങ്ങനെ തട്ടിപ്പോയിട്ട് ആ ഒരു ഗിഫ്റ്റ് വന്നതെന്ന്, ആ ഒരു പൈസ ഞാൻ തിരിച്ചു തന്നോളൂ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ലിൻജയ്ക്ക് സന്തോഷമായില്ലേ. അവനാണെങ്കിൽ പറയും പൈസ ഒന്നും വേണ്ട, എല്ലാം നിന്റെ കൈമിൽ തന്നെ വെച്ചോന്ന് പറയൂ. ഇതേ ടൈം നമ്മളെ ഹാൻ ആണെങ്കിൽ സിങ്ങിനോട് അവക്കൊരു കമ്പനി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടില്ലേ. ഈ ഒരു ഡോങ്യാങ് എന്ന് വെച്ചാൽ വലിയൊരു കമ്പനി ആയിരിക്കും, അതിൽ കുഞ്ഞു കമ്പനിയിൽ ഉണ്ടാവും. അതിൽ ഏതോ ഒരു കമ്പനിയിലായിരിക്കും നമ്മളെ പെണ്ണി പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു ഡോങ്യ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ വേറെ ഏതോ ഒരു സ്ഥലം എടുത്തിട്ടുണ്ടാവും ഒരു ബോസ് ആയിട്ട്. രണ്ടും രണ്ടല്ലേ, ഒന്ന് എംപ്ലോയി ഇപ്പൊ ബോസ്, അതിൻ്റെ ഒരു പ്രൗഡ് നമ്മളെ പെണ്ണിന്റെ മുഖത്ത് ഉണ്ടാവുമായിരിക്കും. അതേ ടൈം നമ്മളെ ഹാൻ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് നീ ഇങ്ങനെ അകത്തേക്ക് കയറുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവരായിരിക്കോ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നതായിരിക്കും. ലീലിയും കൂടെ ഉണ്ടാവും. ലീലി ആണെങ്കിൽ പറയും നീ ഇങ്ങനെ ഹാൻ്റെ കൂടെ പോയിക്കോ, ഞാൻ ഇങ്ങനെ അവനെയും കൂട്ടിയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടാളും അകത്തേക്ക് പോകും. അകത്തേക്ക് പോകുന്നേരല്ലേ നമ്മളെ വേയിനെ കാണുന്നുണ്ടാവുക. വേയി ആണെങ്കിൽ നമ്മളെ സിങ്ങിനെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്തെല്ലോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവേ. എന്നിട്ട് വേയി ആണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം, നിന്റെ കാര്യം ഇപ്പൊ എല്ലാവരും അറിഞ്ഞ് എല്ലാവരും നിന്നെ പ്രൗഡ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്, അങ്ങനെ ഇങ്ങനെ എന്തെല്ലോ പുകഴ്ത്തി പറയുന്നുണ്ടാവേ. നമ്മളെ സിങ്ങിന് നാണവും ചിരിയും ഒക്കെ വരുന്നുണ്ടാവും. ഇതേ ടൈം നമ്മളെ സിങ് ആണെങ്കിൽ ഭയങ്കര പ്രൗഡായിട്ട് അവളെ അച്ഛനും അമ്മക്കും അവളെ കമ്പനി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവർ നേരത്തെ പോലെയൊന്നും ആയിരിക്കുമല്ലോ, വലിയ കമ്പനി ആയിരിക്കും. അതേ ടൈം ലീലിയും നമ്മളെ സിങ്ങിനാണെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടാവും. നമ്മളെ സിങ്ങിന്റെ അമ്മ പറയുന്നുണ്ട് ലീലി നിങ്ങൾ രണ്ടാളും പരസ്പരം കെയർ ചെയ്യണം, നല്ലോണം സ്നേഹിക്കണം, അങ്ങനെ ഇങ്ങനെ എല്ലാ പേരൻസും ഏകദേശം ഇങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നുണ്ടാവും. അങ്ങനെ ഒരു കോള് കട്ട് ചെയ്യുന്ന ടൈം ലീലി ആണെങ്കിൽ സിങ്ങിനോട് പറയും അന്ന് നമ്മളെ ന്യൂ ഇയറിന്റെ അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് തന്നിട്ടില്ലേ, നിങ്ങൾക്ക് രണ്ടൊക്കെ
ഫൗണ്ടേഷനാ തന്നത്. പക്ഷേ എനിക്കാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്റ്റ് ആണ് തന്നത്. അവൻ എന്തോ ഒരു ഫീലിങ്സ് എന്നോടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ തന്ന പൈസക്ക് പകരമായിട്ട് ഞാൻ ഒരു ചെക്കാണ് ഞാൻ അവന് കൊടുക്കാൻ പോകുന്നതെന്ന് പറയും. അതായത് അവനെ സങ്കടപ്പെടുത്തുന്നില്ല, ഇനി മുതൽ ഇങ്ങനത്തെ ഗിഫ്റ്റ് വേണ്ടെന്നൊന്നും പറയുന്നുണ്ടാവും, അവൾക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ അവളാണെങ്കിൽ നേരെ നമ്മളെ സൂവിൻ്റെ അടുത്ത് പോയിട്ട് ആ ഒരു ചെക്ക് കാർഡ് കൊടുത്തിട്ടാണെങ്കിൽ പറയും, ഇനി മേലാൽ എനിക്ക് ഇതുപോലത്തെ എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഒന്നും തരേണ്ട ആവശ്യമില്ല, എന്നാണോ നിനക്ക് പറ്റുന്നത് അത് തന്നാൽ മതി, പിന്നെ ഈ ഒരു ചെക്ക് കാർഡ് നീ എടുത്തോന്നു പറഞ്ഞിട്ട് നമ്മളെ ലീ ആണെങ്കിൽ അവിടുന്ന് പോകുക. അതെന്തോ ഹോസ്പിറ്റൽ ചെക്ക് കാർഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സൂനാണെങ്കിൽ ലീ പറഞ്ഞു ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അവനാണെങ്കിൽ വിചാരിക്കും ഇവളാണെങ്കിൽ ഇവനെ ഓവർ കെയർ ചെയ്തിട്ട് അവൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ചെക്ക് കാർഡ് കൊടുത്തത്. നമ്മളെ സൂവിൻ്റെ ഒരു കാര്യം അവസാനം കണ്ണടൻ്റെയും ഇവളെ റിലേഷൻഷിപ്പ് പറയുമ്പോൾ എന്താകും അറിയില്ല. അങ്ങനെ അവരെല്ലാരും നിൽക്കുന്ന ടൈമായിരിക്കും സിയേനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നമ്മളെ പെണ്ണിന്റെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് പോയ പെണ്ണ്. ആ ഒരു പെണ്ണിനെയും കൂടിയിട്ട് നമ്മളെ സിങ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ സിങ് ആണെങ്കിൽ പറയും ആ ഒരു ടൈം ഇവക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടാണ് ഇവൾ നിർത്തിയിട്ട് പോയത്, നമ്മളെ കമ്പനി ഒന്ന് ഡെവലപ്പ് ആകുമ്പോൾ ഇവളെ കൂട്ടാണെന്ന് ഞാൻ വിചാരിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവളെ കൂട്ടിയത്. അത് മാത്രമല്ല ഇവക്കാണെങ്കിൽ വലിയ കമ്പനിയിൽ നിന്നൊക്കെ ഓഫർ വന്നിന്, എന്നിട്ടും അവളെ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവളെ നല്ല മനസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് സിയേനെ ഇങ്ങനെ പൊന്തിച്ചിട്ട് പറയുന്നുണ്ടാവേ. സിയേനെ കണ്ടപാട് നമ്മളെ ഷെങ്ങിനും ഒരുപാട് ഹാപ്പി ആകുന്നുണ്ടാവും. നമ്മളെ ലീ ആണെങ്കിൽ പറയും സിങ് നീ നല്ലൊരു ബോസാണ്, നിന്നെ കൊണ്ട് മാത്രം ഇങ്ങനെ പെരുമാറാൻ പറ്റൂ, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവേ. അതേ ടൈം സിങ് ആണെങ്കിൽ പറയും ഇപ്പം ആകെ 4 ചെയർ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, ബാക്കിയുള്ള ചെയർസ് ഒക്കെ കംപ്ലീറ്റ് ആക്കേണ്ടത് നിങ്ങളെ ചുമതലയാണ്, അതുകൊണ്ട് പറ്റുന്നത്ര ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാമെന്നൊന്നും പറയുന്നുണ്ടാവും. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മളെ സിങ് കമ്പനിയിൽ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളെ സാങ്ങിന്റെ കമ്പനിയിൽ നിന്നാണെങ്കിൽ ഒരുപാട് ഗോസിപ്പ് കിട്ടുന്നുണ്ടാവേ. നമ്മളെ വെയും അവളെ ഫ്രണ്ടും ആണെങ്കിൽ എന്തല്ലോ നമ്മളെ സിങ്ങിനെ കൊണ്ട് പറയുന്നുണ്ടാവും, അവളെ കുറ്റപ്പെടുത്തിയിട്ടല്ല അവളെ കഴിവിനെ കൊണ്ട്. ഇതേ ടൈമായിരിക്കും സാങ് ആണെങ്കിൽ ഒരു ബൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അവളെ മുഖത്ത് നല്ല ദേഷ്യം നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അവൾ നേരെ പോകുന്നത് സിങ്ങിൻ്റെ അടുത്തായിരിക്കും. എന്നിട്ട് സിങ്ങിനോട് ചിരിച്ചിട്ട് വാവ് കൺഗ്രാറ്റുലേഷൻ, നിനക്ക് ഇതുപോലത്തെ കമ്പനി തുടങ്ങാൻ പറ്റുന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല, അതുമാത്രമല്ല നീ നല്ല രീതിയിൽ പോകണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പുകഴ്ത്തി പറയുന്നുണ്ടോ. മനസ്സ് മൊത്തം കുറ്റാണെന്ന് നമുക്കറിയാലോ. അതേ ടൈമായിരിക്കും ഹാന കൊടുത്ത പെയിന്റ് ആണെങ്കിൽ ആ ഒരു വാളിൽ നിൽക്കുന്നത് സാങ് കാണുന്നുണ്ടാവുക. അവൾ ഒന്നും ചോദിക്കുന്നുണ്ടാവില്ല, പക്ഷെ ആ ഒരു പെയിന്റിങ് ഇങ്ങനെ നോക്കിക്കോട് നിൽക്കുന്നുണ്ടോ. നമ്മളെ സിങ്ങിനാണെങ്കിൽ ആ പെയിന്റിങ്ങിന്റെ അർത്ഥം വരെ മനസ്സിലായിട്ടുണ്ടാവില്ല, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ ഒരു സാങ് ഇത് നോക്കി നിൽക്കുന്നത് നമ്മളെ ലീയും സൂ ആണെങ്കിൽ ഇതുപോലെ കാണുന്നുണ്ടാവുക. എന്നിട്ട് സൂനോടാണെങ്കിൽ നമ്മളെ ലീ അത് ആരാന്ന് അറിയോന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ലീക്ക് അറിയായിരിക്കും, സൂക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ലീ ആണെങ്കിൽ വിശദീകരിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. ഈ ഒരു സാങ് ആണെങ്കിൽ നമ്മളെ പെണ്ണിന് അവളെ കൊണ്ടുവന്ന ആ ഒരു ബൊക്ക കൊടുത്തിട്ട് അവിടുന്ന് തിരിച്ചിട്ട് പോകുന്നുണ്ടാവേ. പിന്നെ നമ്മൾ കാണുന്നത് ഗൂഗിളിൽ എന്തിലോ ഒന്നിൽ നോക്കിയിട്ട് സൂം ലീയും കൂടിയിട്ട് ആ ഒരു പെയിന്റിങ്ങിന്റെ കാര്യം നമ്മളെ സിങ്ങിനെ വിശദീകരിച്ച് കൊടുക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മളെ ലീ ആണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം, ഈ ഒരു പെയിന്റിങ്ങിന്റെ പൈസ എത്ര അറിയാമെന്ന് ചോദിക്കുന്നവരോ നമ്മളെ സിങ് ആണെങ്കിൽ പറയും ഒരു 7000 റുപ്യ ആയിട്ടായിരിക്കും എന്ന് പറയാം അവരുടെ നാട്ടിലത്തെ. അപ്പാടനെ നമ്മളെ ലീ ആണെങ്കിൽ പറയും എല്ലാ 7 ഫിഗേഴ്സ് ഉണ്ട് ഈ ഒരു, അതായത് നമ്മളിങ്ങനെ ഒറ്റ 10 100 1000 15 ലക്ഷം അങ്ങനെ പറയൂലേ, അങ്ങനെ 7 ഫിഗേഴ്സ് ഉണ്ട് എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മളെ സിങ്ങും ഒന്ന് ഷോക്ക് ആകുന്നുണ്ടാവേ. സിങ് ആണെങ്കിൽ പറയും ഇത് ഞാൻ വാങ്ങിയതല്ല, ഹാൻ എനിക്ക് ഗിഫ്റ്റ് തന്നതാണെന്ന് പറയും. ലീലി സൂ ആണെങ്കിൽ പറയും ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം ഗിഫ്റ്റ് തരണ്ടിക്കല് ഉറപ്പായിട്ട് നിങ്ങൾ തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ സിങ് ആണെങ്കിൽ പറയും ഒന്നുമില്ല എന്ന് പറയും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സൂ ആണെങ്കിൽ പറയുന്നുണ്ട് നമ്മളെ കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നം മാത്രം ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഒരു പെയിന്റിങ് എടുത്തിട്ട് വിൽക്കാന്നത്, അത്രക്കാരം പൈസ കിട്ടുമായിരിക്കും. അങ്ങനെ പിള്ളേർ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും. പെമ്പിള്ളേർക്കാണെങ്കിൽ ഇങ്ങനെ മേക്കപ്പ് പ്രൊഡക്റ്റിലും ഡ്രസ്സിലും ബാഗിലും ഒക്കെ ഭയങ്കര കണ്ണായിരിക്കും അല്ലേ. സി ആണെങ്കിൽ അതുപോലത്തെ ഒരു ബാഗ് കാണുന്നവരെ അവളാണെങ്കിൽ നമ്മളെ ലീനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുക. ലീ ആണെങ്കിൽ പറയും ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഞാനാണെങ്കിൽ മറ്റേ ഒരു പണി നിർത്തുന്ന ടൈം ഇത് വാങ്ങണമെന്ന് വിചാരിച്ചതാണ്, പൈസക്ക് കുറച്ച് ലോസ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ വാങ്ങാണ്ടിരുന്നത്, നീ വേണമെങ്കിൽ വാങ്ങിക്കോന്നൊക്കെ പറഞ്ഞിട്ട് അവരിടയ്ക്ക് ഒരു ടോക്ക് ഉണ്ടാകുന്നതൊക്കെ നമ്മളെ സൂ ശ്രദ്ധിക്കുന്നുണ്ടാവേ. സൂ അത് ശ്രദ്ധിക്കുന്ന കാര്യം നമ്മളെ ഷെങ്ങും ശ്രദ്ധിക്കുന്നുണ്ടാവും. അവനാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ സൂ അവന്റെ റൂമിൽ ഇരിക്കുന്ന ടൈം അവനാണെങ്കിൽ ആ ഒരു ബാഗിന്റെ കാര്യങ്ങളൊക്കെ ഫോട്ടോ അയച്ചു കൊടുക്കും. എന്നിട്ട് സൂനോട് നമ്മളെ ഷെങ് ആണെങ്കിൽ പറയും എന്നെ കൊണ്ട് ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ കൊണ്ട് നിനക്ക് എങ്ങനെ അവളെ വളക്കാൻ പറ്റും, ആ ഒരു രീതിയിൽ നീ വളച്ചൊന്നു നോക്കും പറയേ. നമ്മളെ ചെക്കനും ആ ഒരു ബാഗ് സ്കാൻ ചെയ്തിട്ട് അതുപോലത്തെ ബാഗും കാര്യങ്ങളും അതിന്റെ പ്രൈസ് ഒക്കെ നോക്കുന്ന ടൈം
ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഇവനെ കൊണ്ട് താങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇവനെ കൊണ്ട് താങ്ങാൻ പറ്റൂല. ഇവനാണെങ്കിൽ ആലോചിക്കും, മുത്തപ്പ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ, ഞാൻ എന്നെ ഇനി ചെയ്യുക, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അവൻ ആലോചിച്ചോണ്ട് നിൽക്കുന്നതായിരിക്കും. അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവോ ഒരു പെണ്ണിനെ വളക്കേണ്ടിട്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെടുന്നതൊന്നും വലിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് അവൻ ആ ഒരു ബാഗ് ഓർഡർ ചെയ്യും. ആ ഒരു ഓർഡർ ചെയ്യുന്ന സ്ഥലത്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. നമ്മളെ ലീ എന്തായാലും സൂന് സെറ്റാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് നല്ലോണം അറിയാം. നമ്മളെ ലീനയും കാട്ടി കുഞ്ഞായിരിക്കും നമ്മളെ സൂ, എന്നാലും എന്തെങ്കിലും സ്കോപ്പ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മളെ സൂ ആണെങ്കിൽ ഇത്രക്കാര കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അവർ രണ്ടാളും സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. അപ്പൊ അധികം ഒന്നും പറയാണ്ട് എല്ലാവർക്കും ബൈ.